ഇൻസീഡിയസ്, ടീഡിയസ്, സ്പ്യൂരിയസ്. ഈ വേർഡ്സ് എല്ലാം അവസാനിക്കുന്നത് OUSലാണ്. എന്നാൽ ഇതിൻ്റെ ഒന്നും മീനിങ് സിമിലർ അല്ല. ഹായ്, ഡോട്ട്സ് അക്കാഡമിയുടെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 25 ക്വസ്റ്റ്യൻസ് ആണ്. 2023 CGL ചോദിച്ച ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. അപ്പോൾ സിനോണിംസിൽ ആദ്യത്തെ സിനോണിം ഏതാണെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യത്തെ സിനോണിം ഏതാ വരുന്നത്? സീലസ്. സീലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മീനിങ്? അതിന് നമുക്ക് ആദ്യം ഓപ്ഷൻസ് നോക്കാം. എന്തൂസിയാസ്റ്റിക്, ഡിറ്റാച്ച്ഡ്, എപ്പത്തറ്റിക് ആൻഡ് ഇൻഡിഫറൻറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ 4 വേർഡ്സിലും ഒരു വേർഡ് മാത്രമാണ് അതിൽ ഓഡായിട്ട് നിൽക്കുന്നത്. അതേതാണ്? എന്തൂസിയാസ്റ്റിക്. അതിൻ്റെ റീസൺ എന്താണ്? ഡിറ്റാച്ച്ഡ് എന്ന് പറയുന്ന വേർഡിൽ തന്നെ മീനിങ് ഉണ്ട്, നോട്ട് അറ്റാച്ച്ഡ് എന്നുള്ളത്. ഇനി അപ്പത്തറ്റിക്കും ഇൻഡിഫറൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു താല്പര്യവുമില്ല, നോട്ട് ഇൻട്രസ്റ്റഡ് അറ്റ് ഓൾ, നോട്ട് കൺസേൺഡ് അബൌട്ട് എനിത്തിങ്, നോട്ട് കെയറിങ്. അതാണ് അപ്പത്തറ്റിക്കും ഇൻഡിഫറൻറ്റ്. രണ്ടും ഒരേ മീനിങ് തന്നെയാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവ് അംശമുള്ളത് എന്തൂസിയാസ്റ്റിക്കിൽ മാത്രമാണ്. ആൻഡ് സീലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൂസിയാസ്റ്റിക് ആണ്. അപ്പോൾ സിനോണിമിൻ്റെ ഒരു മീനിങ് നമുക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു വഴിയുണ്ട്. പക്ഷേ അതിൽ നമുക്ക് ഈ 3 വേർഡ്സിൻ്റെ മീനിങ് അറിഞ്ഞെങ്കിൽ മാത്രമേ ഇത് ഓഡ് വൺ ഔട്ടാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതായത് ഒന്നും പഠിക്കാത്ത ഒരാൾക്ക് സിനോണിംസിൻ്റെ മീനിങ് നമുക്ക് 4 ഓപ്ഷൻ വെച്ച് കണ്ടുപിടിക്കാൻ പറ്റില്ല. കുറച്ചറിയുന്ന ഒരാൾക്ക് ഗെസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ മെയിൻ പോയിന്റ്. ഒന്നും അറിയാത്തവർക്ക് സിനോണിംസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ചെങ്കിലും അറിഞ്ഞിരിക്കണം. ബാക്കി നമ്മുടെ ആ സമയത്തുള്ള എക്സാമിൻ്റെ സമയത്തുള്ള പ്രസൻസ് ഓഫ് മൈൻഡ് പോലെ ഇരിക്കും. നമുക്കിനി രണ്ടാമത്തെ ചോദ്യം നോക്കിയാലോ. എന്താണ് രണ്ടാമത്തെ ചോദ്യം പറഞ്ഞിരിക്കുന്നത്? ഏതാ വേർഡ്? ഫീബിൾ എന്നാണ് വേർഡ്. ഫീബിളിൻ്റെ ഓപ്ഷൻസ് നമുക്ക് നോക്കാം. അൺഹീഡ്ഫുൾ, സ്ട്രോങ്, വീക്ക് ആൻഡ് പെയിൻഫുൾ. ഇതിൽ 2 വേർഡ് ഇവിടെയുണ്ട്. അത് രണ്ടും ഓപ്പോസിറ്റാണ്, വീക്ക് ആൻഡ് സ്ട്രോങ് എന്ന് പറയുന്നത്. അൺഹീഡ്ഫുൾ, പെയിൻഫുളിൻ്റെ മീനിങ് നമ്മൾ അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ഒരു മീനിങ് കണ്ടെത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് ഫീബിളിൻ്റെ മീനിങ് അറിഞ്ഞിരിക്കണം. എന്താണ് ഫീബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വെരി വീക്ക്, അല്ലേ? ഫീബിൾ വോയിസ്, നേർത്ത ശബ്ദം, ഫീബിൾ വോയിസ്. ആ ഫീബിൾ പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് നടക്കാൻ, അല്ലെങ്കിൽ ആരോഗ്യമില്ലാത്തത്, ദാറ്റ് ഈസ് ഫീബിൾ. സോ ഫീബിൾ ഇസ് ബേസിക്കലി വീക്ക് എന്നുള്ളതാണ് മീനിങ് വരുന്നത്. എന്നാലും നമ്മൾ ഈ വേർഡ്സിൻ്റെ മീനിങ് പഠിച്ചു വയ്ക്കുക. നമുക്ക് ഇനി വരാൻ പോകുന്ന എക്സാമിന് ഒരുപക്ഷെ ചോദിക്കുന്നത് അൺഹീഡ്ഫുൾ ആയിരിക്കും. അൺഹീഡ്ഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നോട്ട് പേയിങ് അറ്റൻഷൻ. നോട്ട് പേയിങ് അറ്റൻഷൻ, ഒന്നും ശ്രദ്ധിക്കുന്നില്ല, അതിനെക്കുറിച്ച് ബോധേഡ് അല്ല. സോ ദാറ്റ് ഈസ് നോട്ട് പേയിങ് അറ്റൻഷൻ. ആൻഡ് ദെൻ ഹീഡ്ഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റാണ്. ഹീഡ്ഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി അറ്റൻറ്റീവ്, വളരെയധികം ശ്രദ്ധിക്കുക, അതാണ് ഹീഡ്ഫുൾ എന്ന് പറയുന്നത്. ബെയിൻഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡിസ്ട്രക്റ്റീവ് ആണ് ബെയിൻഫുൾ. ഡിസ്ട്രക്റ്റീവ് അല്ലെങ്കിൽ ഹാംഫുൾ എന്നൊക്കെ ഉള്ളതാണ് ബെയിൻഫുളിൻ്റെ മീനിങ്. സോ ബെയിൻ എന്ന് പറയുന്നത് തന്നെ എന്താണ്? ഡിസ്ട്രെസ് ആണ്. ബെയിൻ എന്ന് പറയുന്നത് തന്നെ ഒരു ബുദ്ധിമുട്ടുള്ള സമയം, അതാണ് ബെയിൻ എന്ന് പറയുന്നത്. ബൂൺ എന്ന് പറയുന്നത്, ബൂണിൻ്റെ ഓപ്പോസിറ്റ് നമുക്ക് എടുക്കാം, ബെയിൻ. സോ ബൂൺ എന്ന് പറയുന്നത് എന്താണ്? നല്ല കാലം, ഇറ്റ്സ് ഒരു വരം, അതാണ് ബൂൺ എന്ന് പറയുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റാണ് ബെയിൻ. ആൻഡ് ബെയിൻഫുൾ എന്ന് പറയുന്നത് സംതിങ് ഹാംഫുൾ. സോ ബെയിൻ ഇസ് സംതിങ് നെഗറ്റീവ് ആണ് ബെയിൻ എന്ന് പറയുന്നത്. നമുക്ക് മൂന്നാമത്തെ സിനോണിം നോക്കിയാലോ. എന്താണ് മൂന്നാമത്തെ സിനോണിം പറഞ്ഞിരിക്കുന്നത്? റെഡി. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഒന്ന് ഇൻസ്ട്രക്ഷൻ വായിച്ചു നോക്കണം. അപ്രോപ്രിയേറ്റ് സിനോണിം എന്ന് നമ്മൾ കാണുന്നുണ്ട്. സോ ദെൻ യു ഗോ ടു ദിസ് വേർഡ് റെഡി. എന്താ ചോദിച്ചിരിക്കുന്നത്? സിനോണിം റെഡി. അതിൻ്റെ സിനോണിം ഏതാണെന്ന് ഇതിൽ നിന്ന് ഓപ്ഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഈ ഒരു സെൻറ്റൻസ് തന്നിട്ടുണ്ട്. ഈ സെൻറ്റൻസിൽ നിന്നും നിങ്ങൾ റെഡിയുടെ മീനിങ് കണ്ടെത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് നിങ്ങൾ ഈ സെൻറ്റൻസ് വായിക്കണോ? ഒരാവശ്യമില്ല. നമുക്ക് ആ സെൻറ്റൻസ് വായിക്കേണ്ട, അത് നമ്മളെ സമയം കളയുന്നതാണ്. ഇപ്പോൾ എക്സാമിന് നമുക്ക് ഒരുപാട് സമയമൊന്നുമില്ല, 1 മണിക്കൂർ നമുക്ക് സമയമുണ്ട്. അതിനകത്ത് നമ്മൾ ഇംഗ്ലീഷും മാത്സും GKയും റീസണിങ്ങും എല്ലാം തന്നെ ചെയ്ത് തീർക്കണം. അപ്പോൾ നമുക്ക് സമയം എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ്. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് വായിക്കാൻ നിൽക്കേണ്ട, കാരണം ഈ സെൻറ്റൻസിൽ പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻസിൽ അവർ തന്നിട്ടുണ്ട്. നമ്മൾ ആകെ ചെയ്യേണ്ടത് എന്താണ്? റെഡി എന്ന് പറയുന്ന വേർഡിൻ്റെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സിനോണിം ഒന്ന് പിക്ക് ചെയ്താൽ മതി. അതിന് ഈ സെൻറ്റൻസ് വായിക്കേണ്ട യാതൊരു നിർബന്ധവുമില്ല. എന്താ ഓപ്ഷൻസ്? പ്രിപ്പയറിങ്, ലിസണിങ്, ഓർഗനൈസ്ഡ്, ഇക്വിപ്ഡ്. സോ റെഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ആർ പ്രിപ്പയർഡ്, അല്ലേ? ആ ബേസിക് കോൺസെപ്റ്റാണ്. റെഡി എന്ന് പറയുന്നത് പ്രിപ്പയർഡ് ആണ്. സോ നമ്മുടെ ആൻസർ വരുന്നത് ഏതാണ്? പ്രിപ്പയർഡ് ആണ്. ഇക്വിപ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സജ്ജമായിരിക്കുക, അതല്ലേ ഇക്വിപ്ഡ് എന്ന് പറയുന്നത്. സോ ഇവിടെ നമുക്ക് ഈ സെൻറ്റൻസ് ഒന്ന് വായിച്ചു നോക്കാം വെറുതെ. ഷി വാസ് പ്രിപ്പയറിംഗ് ഡിന്നർ ഇൻ ആൻ ഓർഗനൈസ്ഡ് മാനർ യൂസിങ് വെൽ ഇക്വിപ്ഡ് ടൂൾസ് വൈ ലിസണിങ് ടു ദി റേഡിയോ. അപ്പം ഈ ഒരു സെൻറ്റൻസ് നമ്മൾ വായിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെയുള്ളൊരു സെൻറ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളോട് സിനോണിം ചോദിച്ചിട്ടുണ്ട്, അവരതിന് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, എങ്കിൽ ആ ഓപ്ഷൻസ് ഒന്ന് ചൂസ് ചെയ്താൽ മാത്രം മതി. ഇതൊരു സമയം കളയുന്ന പരിപാടിയാണ് ഈ സെൻറ്റൻസ് വായിക്കുക എന്നുള്ളത്. ഓക്കെ, now let us see the fourth one. Select the most appropriate synonym. The word hostile. When you are hostile, hostile എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓപ്ഷൻസ് നോക്കിയാലോ. പ്ലസൻറ്റ്, ഹോസ്പിറ്റബിൾ, എംപത്തറ്റിക്, അൺഫ്രണ്ട്ലി.
ഇവിടെ നമുക്ക് ഒരേ ഒരു ഓഡ് വൺ ഔട്ട് ഇതിനകത്തുള്ളൂ, നെഗറ്റീവ് വേർഡ് വരുന്നുള്ളൂ, അത് അൺഫ്രണ്ട്ലി ആണ്. ആൻഡ് ദാറ്റ് ഈസ് ദ മീനിങ് ഓഫ് ഹോസ്റ്റൈൽ. ഹോസ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വെരി അൺഫ്രണ്ട്ലി. ഹോസ്പിറ്റബിൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. സംതിങ് ഈസ് ഹോസ്പിറ്റബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഫ്രണ്ട്ലി ആണ്, വെൽക്കം ടു ഗസ്റ്റ് ആണ്, ആർക്ക് വേണമെങ്കിലും വരാം, ഹോസ്പിറ്റബിൾ പ്ലേസ് ആണെന്ന് നമ്മൾ പറയും. സോ ഇറ്റ്സ് വെരി ഫ്രണ്ട്ലി. റൈറ്റ്. പ്ലസൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, അഗെയിൻ വെരി പ്ലീസിങ് ആണ്, ഇറ്റ് ഈസ് വെരി ഗുഡ്. എംപത്തറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദ ഫീലിങ്സ് ഓഫ് അതേഴ്സ്. മറ്റൊരാൾ എങ്ങനെ ഫീൽ ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ദറ്റ് പേഴ്സൺ ഇസ് എംപത്തറ്റിക് എന്ന് നമ്മൾ പറയും. അയാൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എംപത്തറ്റിക് എന്ന് പറയും. സോ ഇതെല്ലാം എന്താണ്? പോസിറ്റീവാണ്. ദിസ് ഇസ് ദ ഓൺലി നെഗറ്റീവ് വേർഡ്. അപ്പോൾ അങ്ങനെ വരുമ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. അടുത്ത വേർഡ്, അഞ്ചാമത്തെ വേർഡ് നമുക്ക് നോക്കിയാലോ. എന്താണത്? ഇൻസിഡിയസ്. എന്താണ് ഇൻസിഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഓപ്ഷൻസ് നമുക്ക് നോക്കാം. പ്രൊട്ടക്റ്റഡ്, സെക്യൂർ, സേഫ്, ഹാംഫുൾ. ഇതിൽ ഒറ്റ വേർഡ് നെഗറ്റീവ് വരുന്നുള്ളൂ, അത് ഹാംഫുൾ ആണ്. ജനറലി ഇത് ആവാനാണ് സാധ്യത കൂടുതൽ. ഇൻഫാക്റ്റ് ഇൻസിഡിയസ് എന്ന് പറയുന്നത് ഹാംഫുൾ തന്നെയാണ്. അതും ഒറ്റക്ക് പെട്ടെന്ന് ഹാംഫുൾ ആവുക എന്നുള്ളതല്ല, ഗ്രാജുവലി നമുക്ക് ഹാംഫുൾ ആവുക എന്നുള്ളതാണ്. ഇപ്പോൾ ചില അസുഖം ഇൻസീഡിയസ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗ്രാജുവലിയാണ് നമുക്ക് ഹാംഫുൾ ആവുന്നത്. ആ അസുഖം പെട്ടെന്ന് വരുമ്പോൾ നമുക്കൊരു പ്രശ്നവും വരുന്നില്ല, പക്ഷേ അതിൻ്റെ ഓരോ സ്റ്റേജസ് കഴിയുമ്പം പ്രോഗ്രസീവ്ലി അത് ഹാംഫുൾ ആയിരിക്കും. സെക്ഷൽ ഹരാസ്മെൻറ്റ് അതൊരു ഇൻസീഡിയസ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് ഗ്രാജുവലി പ്രോഗ്രസ് ചെയ്ത വലിയ സിറ്റുവേഷൻ ആകാം. സോ അതാണ് ഇൻസീഡിയസ് എന്ന് പറയുന്നത്. ഗ്രാജുവലാണ്, പക്ഷേ ഗ്രാജുവലി അത് പ്രോഗ്രസ് ചെയ്ത് ഹാംഫുൾ ആവുന്നതാണ് ഇൻസീഡിയസ് എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും പഠിക്കുമ്പോൾ എക്സാക്റ്റ് മീനിങ് പഠിക്കുക. ഹാംഫുൾ എന്നുള്ളത് ഈ ഓപ്ഷൻസ് നമ്മൾ എടുത്തതാണ്. അതിൻ്റെ ആ ഒരു മൂവ്മെൻറ്റ്, ആ ഒരു എങ്ങനെയാണ് ആ വേർഡ് വരുന്നത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ബാക്കിയെല്ലാം നമുക്കറിയാവുന്ന വേർഡല്ലേ, പ്രൊട്ടക്റ്റഡ് ആയാലും സെക്യൂർ ആയാലും സേഫ് ആയാലും. അടുത്ത വേർഡ് എന്താണ്? എബൗണ്ട്. എബൗണ്ടിൻ്റെ ഓപ്ഷൻസ് നമുക്ക് നോക്കാം. എന്താണ്? ഇൻക്രീസ്, ഫ്ലറിഷ്, സക്സീഡ്, ആഡിക്വേറ്റ്. അപ്പോൾ ഇവിടെ ഇത് 4 വേർഡ്സും എന്താണ്? ഏകദേശം ഒരേ ഒരു രീതിയിൽ വരുന്നതാണ്. നെഗറ്റീവ് എന്ന് പറയാൻ മാത്രം ഒന്നുമില്ല. ഇൻക്രീസ് എന്ന് പറയുന്നതും സക്സീഡ് എന്ന് പറയുന്നതും ഫ്ലറിഷ് എന്ന് പറയുന്നത് ആഡിക്വേറ്റ് എന്ന് പറയുന്നതും എല്ലാം ഒരു പോസിറ്റീവ് സെൻസിലുള്ളതാണ്. സോ ഇതിൽ അബൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? ഫ്ലറിഷ്, നന്നായിട്ട് ഉണ്ട് എന്നുള്ള അർത്ഥത്തിലാണ്. ഫ്ലറിഷ്, അബൗണ്ട് ഫ്ലറിഷ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത്. കൂടുക എന്നുള്ളതല്ല, പ്ലെൻറ്റിഫുൾ. അബൗണ്ട് എന്നുള്ള ശരിക്കുള്ള മീനിങ് വരുന്നത് പ്ലെൻറ്റിഫുള്ളാണ്, ഒരുപാട് എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത്. സോ ദ എക്സാക്റ്റ് മീനിങ് ഈസ് ഫ്ലറിഷ്. അഡിക്വേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, ഇനഫ് ഇല്ലേ, ഒരു പ്രത്യേക പേർപ്പസിന് അത് മതി. ദർ ഇസ് ആഡിക്വേറ്റ് വാട്ടർ എന്ന് പറയുമ്പം ആ ഒരു ആവശ്യത്തിന് അത്രയും വെള്ളം ഉണ്ട് എന്നുള്ളത്. സോ ആഡിക്വേറ്റ് മീൻസ് ഇനഫ്. നമുക്ക് 7th വേർഡ് നോക്കിയാലോ. എന്താണ് 7th വേർഡ്? പെർയൂസ്. പെർയൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം വരുന്നത്? ചെക്ക്, ഡ്രോ, നറേറ്റ്, പെർസ്യൂ. പെർയൂസ് എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് നമുക്ക് എക്സാക്ട്ലി അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു ആൻസർ കണ്ടെത്താൻ പറ്റുള്ളൂ. പെർയൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടു റീഡ് ത്രൂ, നന്നായി ശ്രദ്ധിച്ചൊന്ന് വായിക്കുക. ദാറ്റ് ഈസ് പെർയൂസ് എന്ന് പറയുന്നത്. സോ യു പെർയൂസ് ത്രൂ എ ബിൽ, നന്നായിട്ട് ശ്രദ്ധിച്ച് വായിക്കുക. അതായത് ചെക്ക് എന്നുള്ള അർത്ഥമാണ് വരുന്നത്. എന്നാൽ പെർസ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരാളെ ഫോളോ ചെയ്യുക, അഥവാ അയാളെ ചേസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു വസ്തുവിനെ ചേസ് ചെയ്യുക. ടു പെർസ്യൂ ഗോൾസ്, വസ്തുവിനെ ചേസ് ചെയ്യുവാണ്, നമ്മളതിനെ കിട്ടുന്നവരെ നമ്മളതിനെ പെർസ്യൂ ചെയ്യുവാണ്. അതിനെയാണ് നമ്മൾ പെർസ്യൂ എന്ന് പറയുന്നത്. ചേസ് ചെയ്യുക, ഓക്കെ, ഫോളോ ചെയ്യുക അല്ലെങ്കിൽ ചേസ് ചെയ്യുക, അതാണ് പെർസ്യൂ എന്ന് പറയുന്നത്. ദ ഹെലികോപ്റ്റർ പെർസ്യൂഡ് ദ കാർ. സോ ചേസ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ് പെർസ്യൂ ഉപയോഗിക്കുന്നത്. ഓക്കെ, നറേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അറിയാമല്ലോ, കഥ പറയുന്നത്. ദാറ്റ് ഈസ് എ നറേഷൻ. റൈറ്റ്. നൗ നെക്സ്റ്റ് വേർഡ് ഏതാ വരുന്നത്? മാച്ചിങ്. മാച്ചിങ് എന്ന് പറയുന്ന ഒരു കോമൺ ടേം ആണ്. എന്താ വരുന്നത്? അപ്പോയിൻറ്റിങ്, ഡിസ്റ്റിങ്വിഷിങ്, എഡോറിങ്, റിസംബിളിങ്. സോ മാച്ച് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു സാധനം മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അതെന്താണത്? റിസംബിൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. എഡോർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? യു ഫീൽ ലവ് അല്ലെങ്കിൽ ഒരു റെസ്പെക്റ്റ്, അതാണ് അഡോർ ചെയ്യുക. യു അഡോർ പീപ്പിൾ ഇല്ല, ചില ആൾക്കാരെ നമ്മൾ അഡോർ ചെയ്യുന്നുണ്ട്. സോ ആ ഒരു ലവ്, ദ ഫീലിംഗ് ഓഫ് ലവ് ആയിരിക്കാം, അല്ലെങ്കിൽ റെസ്പെക്റ്റ് ആയിരിക്കാം, ഡിവോഷൻ ആയിരിക്കാം. ഓക്കെ, അങ്ങനെ ഉള്ള ഒരു ഫീലിങ്ങിനെയാണ് നമ്മൾ അഡോർ എന്ന് പറയുന്നത്. ഇനി അടുത്ത വേർഡ് എന്താ പറഞ്ഞിരിക്കുന്നത്? അണ്ടർലൈൻഡ് വേർഡിൻ്റെ സിനോണിം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അണ്ടർലൈൻഡ് വേർഡ് എന്താണ്? ഈൽഡഡ് എന്ന്. ഈൽഡ് എന്ന് പറയുന്ന വേർഡിന് തന്നെ 2 മീനിങ് ആക്ച്വലി ഉണ്ട്. ഒന്ന്, ഈൽഡ് നമ്മൾ പ്രൊഡ്യൂസ്, ഹാർവസ്റ്റ് എന്നുള്ള മീനിങ്ങിൽ ഉപയോഗിക്കാറുണ്ട്. രണ്ടാമത് നമ്മൾ സബ്മിറ്റ് ചെയ്തു, അതായത് സറണ്ടർ ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ അതേത് മീനിങ് ആണ് ഉപയോഗിച്ചതെന്നുള്ളത് നമുക്ക് അറിയണമെങ്കിൽ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. സെയിൽസ്മാൻ ഈൽഡഡ് ടു ദ ഡിമാൻഡ്സ്. ആരുടെയോ ഡിമാൻഡ്സിന് ഈൽഡ് ചെയ്തു, സറണ്ടർ ചെയ്തു, ഗിവിൻ ചെയ്തു എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് ഓപ്ഷൻസ് ചൂസ് ചെയ്യാവുന്നതാണ്. എന്താണ് വരുന്നത്?
കൺസീഡഡ്, കോട്ടഡ്, ഹൗണ്ടഡ്, ട്രെൻഡഡ്. അപ്പം ഇതിൽ ഈൽഡ് എന്ന് പറയുന്നത്, ഇതിന് നമുക്ക് ഈ 4 വേർഡിൻ്റെ മീനിങ് അറിയണം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കൺസീഡറിൻ്റെ മീനിങ് എങ്കിലും കറക്റ്റായിട്ട് അറിയണം, കാരണം അതാണ് അതിൻ്റെ മീനിങ് വരുന്നത്. ഈൽഡഡ് എന്ന് പറയുമ്പോൾ എന്താണ്? സറണ്ടർ ചെയ്യുക. കൺസീഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതും സെയിം മീനിങ് ആണ്. സറണ്ടർ ചെയ്യുക, ആക്സെപ്റ്റ് ചെയ്യുക, ഒരു സിറ്റുവേഷനെ ആക്സെപ്റ്റ് ചെയ്യുക, വേറെ ഓപ്ഷൻ ഇല്ല, അതുകൊണ്ട് നമ്മളത് ആക്സെപ്റ്റ് ചെയ്യുക. യു ഗിവൻ, അല്ലേ? ഇനി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഐ എം ഗിവിൻ ടു ദീസ് പെർട്ടിക്കുലർ തിങ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഐ സറണ്ടർ. ഓക്കെ, സോ ദാറ്റ് ഈസ് കൺസീഡഡ്. കോട്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ടു ഗെറ്റ് ഇൻവോൾവ് വിത്ത് സംവൺ റൊമാൻറ്റിക്കലി. സോ അവിടെ ഒരു റൊമാൻറ്റിക് ഇൻവോൾവ്മെൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ കോട്ടഡ് എന്ന് പറയാറുണ്ട്. ആൻഡ് ദെൻ ഹൗണ്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരാളെ നിരന്തരമായി ചേസ് ചെയ്യുകയാണ് ഹൗണ്ടഡ് എന്ന് പറയുന്നത്. അയാളെ എന്താണ്? വെറുതെ വിടുന്നില്ല, ഒറ്റയ്ക്ക് ഇരിക്കാൻ വിടുന്നില്ല. സെലിബ്രിറ്റീസ് ദേ ആർ ഹൗണ്ടഡ് ബൈ ദ പ്രസ്, അതാണ് ഹൗണ്ട് ചെയ്യുക, ചേസ് ചെയ്യുക. മറ്റൊരു വേർഡ് ഉണ്ട് ഇംഗ്ലീഷിൽ, അതേതാണ് വേർഡ്? ഹോണ്ടഡ്. അതും ഇതും മാറിപ്പോകരുത് കേട്ടോ. ഹോണ്ടഡും ഹൗണ്ടഡും തമ്മിൽ വ്യത്യാസമുണ്ട്. ഹൗണ്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിടാതെ പിന്തുടരുക, അത് നമുക്കൊരു ശല്യമായി തീരുക, അതാണ് ഹൗണ്ടഡ്. അതേസമയം ഹോണ്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹോണ്ടഡ് ഹൗസ് കേട്ടിട്ടില്ലേ? അതായത് ഫ്രീക്വൻറ്റഡ് ബൈ ഗോസ്റ്റുള്ള സ്ഥലം, പ്രേതമുള്ള ഒരു സ്ഥലമാണ്. ദാറ്റ്സ് എ ഹോണ്ടഡ് ഹൗസ്, ഡോണ്ട് ഗോ ദെയർ എന്ന് പറയാറുണ്ട്. സോ അതാണ് ഹോണ്ടഡ് എന്ന് പറയുന്നത്. ഒരു പ്രേതാലയം, പ്രേതം വിസിറ്റിന് വരുന്നൊരു സ്ഥലമാണ് ഹോണ്ടഡ് എന്ന് പറയുന്നത്. ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, സംതിങ് വെരി പോപ്പുലർ, വെരി ഫാഷനബിൾ ആണ് ട്രെൻഡ് എന്ന് പറയുന്നത്. ട്രെൻഡി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഓക്കെ, സോ ഐ ഹോപ്പ് ദാറ്റ് ഇസ് ക്ലിയർ. ഈൽഡഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൺസീഡഡ്. അപ്പോൾ വേർഡിൻ്റെ മീനിങ് നമ്മൾ പഠിച്ചു വെച്ചേക്കണം. Now next one is the efforts will be dash if we do not submit to the project report on time. So ഇവിടെ സിനോണിം എന്തിൻ്റെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്? വെയിൻ. വെയിൻ എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നേരിട്ട് ഓപ്ഷൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് മുഴുവൻ വായിക്കാതെ തന്നെ. വെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? യൂസ്ലെസ്. സോ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു ഫ്രേസ് ഉണ്ട്, ഇൻ വെയിൻ. ഐ ട്രൈഡ് ടു ക്യാച്ച് ദ ബസ് ബട്ട് ഇൻ വെയിൻ. ഞാൻ ആ ബസ് അങ്ങ് പോവാം, ഞാനൊന്ന് ശ്രമിച്ചു ആ ബസ്സിലൊന്ന് കയറാൻ നോക്കട്ടെ, ഞാൻ ഓടി നോക്കി, പക്ഷേ ഇൻ വെയിൻ, യൂസ്ലെസ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. സോ വെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? യൂസ്ലെസ് എന്നാണ് മീനിങ് വരുന്നത്. ഓപ്ഷൻസിൽ എന്താണ്? കെയർലെസ്, ഡിലൈറ്റ്ഫുൾ, സെൻസിബിൾ, ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ വെയിൻ്റെ മീനിങ് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഈ ആൻസറിലോട്ട് എത്തിച്ചേരാൻ പറ്റുള്ളൂ. ഇനി അടുത്ത വേർഡ് നമുക്ക് നോക്കിയാലോ. എന്താണ് അടുത്ത വേർഡ്? കൺസെൻറ്റ്, അല്ലേ? ഗിവ് യുവർ കൺസെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഗിവ് യുവർ പെർമിഷൻ എന്നാണ് അർത്ഥം, ഇല്ലേ? നമ്മൾ അതിന് പെർമിഷൻ കൊടുക്കുക, അതാണ് കൺസെൻറ്റ്. ഓപ്ഷൻസ് നോക്കിയാൽ അവേർട്ട്, അസെൻറ്റ്, ഡിസ്റ്റർബ്, ഡിസെൻറ്റ്. അപ്പം അസെൻറ്റ് കൊടുക്കുക, പ്രസിഡൻറ്റ് ബില്ലിന് അസെൻറ്റ് കൊടുക്കാറുണ്ടെന്ന് നമ്മൾ പറയാറില്ലേ? സോ അസെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ASSENT, സ്പെല്ലിംഗ് നോക്കുക കേട്ടോ, ASSENT. അസെൻറ്റ് എന്ന് പറഞ്ഞാൽ എഗ്രി ചെയ്യുക, പെർമിറ്റ് ചെയ്യുക, അനുവദിച്ച് കൊടുക്കുക, അതാണ് അസെൻറ്റ് എന്ന് പറയുന്നത്. സോ കൺസെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരുന്നത്? അസെൻറ്റ്. അവേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവേർട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴിവാക്കുക എന്നുള്ളതാണ്. യു അവേർട്ട് യുവർ ഐസ്. ഇപ്പം നമുക്ക് ഒരു വളരെ എന്തെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടുള്ള, കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള എന്തെങ്കിലും കാര്യം കാണുവാണെങ്കിൽ യു ജസ്റ്റ് അവേർട്ട് യുവർ ഐസ്. ദാറ്റ് മീൻസ് നമ്മൾ ഐസ് ഒന്ന് മാറ്റും, കണ്ണൊന്ന് മാറ്റും. സോ ദാറ്റ് ഈസ് അവേർട്ട്. ആ മാറ്റുക എന്നുള്ള അർത്ഥത്തിലാണ് അവേർട്ട് ഉപയോഗിക്കുന്നത്. അല്ലാതെ നമുക്ക് ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ നമ്മൾ ഹാൻഡിൽ ചെയ്തിട്ട് യു അവേർട്ട് എ ക്രൈസിസ്. ഒരു യുദ്ധം വരാൻ സാധ്യതയുണ്ട്, അപ്പോൾ നമ്മളൊരു ഡയലോഗ് നടത്തും, ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തും, ആൻഡ് യു അവേർട്ട് ദാറ്റ് ക്രൈസിസ്. ആ ഒരു യുദ്ധം നമ്മൾ ഒഴിവാക്കുക ചെയ്യുന്നത്. സോ ഒഴിവാക്കുക എന്നുള്ള അർത്ഥത്തിലാണ് അവേർട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. റൈറ്റ്. ഡിസെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസെൻ്റെ ഓപ്പോസിറ്റ് ആണ്. ദാറ്റ് ഇസ് എ ഡിസ്എഗ്രിമെൻറ്റ്. ഡിസ്എഗ്രിമെൻ്റ് ആണ് ഡിസെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത നോക്കിയാലോ. മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സിനോണിം ഓഫ് ദ വേർഡ് വിജിലൻറ്റ്. അപ്പോൾ ഇത് നമ്മൾ വായിക്കണം എന്നുണ്ടോ? ആവശ്യമില്ല, വായിക്കണ്ട. വിജിലൻ്റ് എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് ഈ 4 ഓപ്ഷൻസ് നോക്കുക. സോ വിജിലൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജിലൻ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിജിലൻസ് നമുക്കറിയാമല്ലോ. വിജിലൻസ് എന്ന് പറയുന്നത്, വിജിലൻസ് എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നത്? അവർ ശ്രദ്ധിക്കുക ചെയ്യുന്നത്. ദേ ആർ വെരി കോഷ്യസ്. സോ വിജിലൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കോഷ്യസ് ആവുക, ശ്രദ്ധിക്കുക, കെയർഫുൾ ആവുക, അതാണ് വിജിലൻറ്റ്. സോ ബി വെരി കെയർഫുൾ. ഓക്കെ. ബർഗ്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കള്ളനെയാണ് നമ്മൾ ബർഗ്ലർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ബർഗ്ലർ അലാം ഉള്ളത്. സോ നമ്മൾ സമ്മതം കൂടാതെ ഒരാൾ കയറി വരുവാണെങ്കിൽ അലാം അടിക്കും. സോ ദാറ്റ് ഈസ് ബർഗ്ലർ അലാം. സോ ഹിയർ യു സീ ദ സെൻറ്റൻസ്. ഈ സെൻറ്റൻസ് എക്സാമിൻ്റെ സമയത്ത് വായിക്കേണ്ട, ഇതിപ്പോൾ ഒന്ന് വായിച്ച് നോക്കുക. കാരണം ഇതേ ഒരു സെൻറ്റൻസ് ഒരു പക്ഷേ നമുക്ക് എറർ കറക്ഷൻ ആയിട്ടോ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ടോ അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടോ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ആ സെൻറ്റൻസ് പഠിക്കുന്ന സമയത്ത് വായിക്കുക. എക്സാമിൻ്റെ സമയത്ത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് വായിക്കാതെ തന്നെ ഉത്തരം എഴുതാൻ പറ്റും.
അപ്പോൾ അങ്ങനെയുള്ള സെൻറ്റൻസ് ആണെങ്കിൽ നമ്മളത് വായിക്കാൻ നിൽക്കേണ്ട, സമയം പോക്കാണ്. So the burglar was very cautious, so he avoided the security perfectly as they didn't find any proof. ഓക്കെ, സോ കോഷ്യസ് ആയിരുന്നു, സെക്യൂരിറ്റീനെ അവോയ്ഡ് ചെയ്തു, അതുകൊണ്ട് തന്നെ അവർ പ്രൂഫൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഇനി അടുത്ത വേർഡ് നോക്കിയാലോ. അടുത്ത വേർഡ് നോക്കുന്നതിന് മുമ്പേ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വായിക്കാനുണ്ട്. സോ വിൽ ജസ്റ്റ് ലുക്ക് അറ്റ് ദി വേർഡ്. നമ്മൾ ഇങ്ങനെയുള്ള സെൻറ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, നമ്മൾ ജസ്റ്റ് വേർഡിലേക്ക് മാത്രം നോക്കുക. അത് ഓൾറെഡി അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഇൻ്റർലിങ്ക്ഡ്. സോ ഇൻ്റർലിങ്ക്ഡ് മീനിങ് വരുന്നത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കണ്ടിന്യൂവസ്, സിവിയർ ആൻഡ് ഫ്രീ, ഇൻ്റർലേസ്ഡ്. സോ ഇൻ്റർലിങ്ക്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലിങ്ക് ചെയ്തിരിക്കുകയാണ്. സോ ദാറ്റ് മീൻസ് ഇറ്റ് ഷുഡ് ബി ഇൻ്റർലേസ്ഡ് ആയിരിക്കണം അല്ലേ? അപ്പോൾ അതാണ് നമ്മുടെ ആൻസർ വരുന്നത്, ഇൻ്റർലേസ്ഡ്. സോ ഇൻ്റർലേസ്ഡ്, ഇൻ്റർവോവൺ, ഓക്കെ, ഇതൊക്കെ ഒരേ സെയിം മീനിങ് ആണ്. അപ്പം ഈ ഇത്രയും വരുന്ന ഈ ഒരു വലിയൊരു പാരഗ്രാഫ് തന്നെയാണ്. ഇതൊന്നും നമുക്ക് വായിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇതൊന്നെല്ലാം എക്സാം എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇങ്ങനെയുള്ളൊരു കാര്യം വായിക്കാതെ തന്നെ നമുക്ക് ഉത്തരം കിട്ടുമെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. എന്തായാലും നമുക്ക് ഈ സെൻറ്റൻസ് ഒന്ന് വായിച്ച് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു പൊട്ടൻഷ്യൽ ക്വസ്റ്റ്യൻ ആണ്. ഒരു പക്ഷേ ഒരു പിന്നെ ഇംപ്രൂവ്മെൻ്റ് ആയിട്ടോ സബ്സ്റ്റിറ്റ്യൂഷൻ ആയിട്ടോ ഒക്കെ ചോദിക്കാവുന്നതാണ്. നമുക്ക് നോക്കാം. The case of Vanuatu in 2020 is a clear example of the constant and complex challenges faced by SIDS. It shows how SIDS are dealing with the multiple crises. You see, plural ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. Crisis at the same time, and how COVID-19 has particularly exposed SIDS extreme and interlinked vulnerabilities. So എങ്ങനെയാണ് സിഡ്സിൻ്റെ എന്ന് എഴുതിയിരിക്കുന്നത്? സിഡ്സ് അപ്പോസ്ട്രോഫി, അങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. സോ എസ്സിൽ അവസാനിക്കുന്നതാണെങ്കിൽ അതിൻ്റെ പൊസസീവ് ഫോം എഴുതുമ്പോൾ നമ്മൾ എസ് കഴിഞ്ഞ് അപ്പോസ്ട്രോഫി മാത്രമേ ഉള്ളൂ, വീണ്ടും ഒരു എസിൻ്റെ ആവശ്യമില്ല. സോ കറക്റ്റായിട്ട് തന്നെ ഇതൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? ഏതാ വേർഡ്? സ്പ്യൂരിയസ്. സ്പ്യൂരിയസ് എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ സ്പ്യൂരിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ വേർഡ് അറിയാമെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉത്തരത്തിലേക്ക് എത്താം. സ്പ്യൂരിയസ് എന്ന് പറയുന്നത്, സ്പ്യൂരിയസ് ലിക്കർ കേട്ടിട്ടുണ്ടാകും, വ്യാജമദ്യം. ഓക്കെ, സ്പ്യൂരിയസ് ലിക്കർ. സോ വ്യാജമദ്യമാണ് സ്പ്യൂരിയസ്. സോ ഇറ്റ് ഇസ് ബേസിക്കലി ഫ്രോഡ്, ഫേക്ക്. സോ ഫ്രോഡുലൻ്റ് ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ, ഈ വ്യാജമദ്യത്തിന് നമ്മൾ വേറെയും പറയാറുണ്ട്, ഇല്ലിസിറ്റ് ലിക്കർ. ഇല്ലിസിറ്റ് മീൻസ് വാട്ട്? നോട്ട് ലീഗൽ, ബോഗസ് എന്നുള്ള അർത്ഥമൊക്കെ വരുന്നത് ഇല്ലിസിറ്റ്. ഇതേപോലെ തന്നെ പ്രൊണൗൺസ് ചെയ്യുന്ന വേറൊരു വേർഡ് ഉണ്ട് ഇംഗ്ലീഷിൽ, എലിസിറ്റ്. ഇലിസിറ്റ്. ഓക്കെ, സെയിം പ്രൊനൗൺസിയേഷൻ ആണ്. നമ്മൾ എലിസിറ്റ് എന്നൊക്കെ പറയും, ബട്ട് ദ പ്രൊനൗൺസിയേഷൻ ഈസ് സിമിലർ. എലിസിറ്റ് തന്നെയാണ് പറയുന്നത്. സോ ദിസ് ഈസ് എലിസിറ്റ്, ദിസ് ഈസ് ഓൾസോ എലിസിറ്റ്. ഈ എലിസിറ്റ് എന്ന് പറഞ്ഞാൽ ഇല്ലീഗൽ, ബോഗസ്, ഫേക്ക്. ഈ ഇലിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു പ്രൊഡ്യൂസ് സംതിങ്. ഫോർ എക്സാമ്പിൾ, ഇലിസിറ്റ് സം വേർഡ്സ്. ഇപ്പം നമ്മൾ ഒരാൾ തീരെ സംസാരിക്കുന്നില്ല, നമുക്ക് അയാളിൽ നിന്നും എന്തെങ്കിലുമൊക്കെ അയാൾ പറയുന്നത് കേൾക്കാനായിട്ട് നമ്മൾ അയാളോട് കണ്ടിന്യൂസ് ആയിട്ട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും, ടു ഗെറ്റ് സംതിങ്, ടു ഇലിസിറ്റ് വേർഡ്സ് ഔട്ട് ഓഫ് ഹിം, റൈറ്റ്? സോ ഇലിസിറ്റ് എന്ന് പറഞ്ഞാൽ ടു പ്രൊഡ്യൂസ്, ടു ഗെറ്റ് സംതിങ് എന്നുള്ള അർത്ഥത്തിനാണ്. ഈ വെച്ച് തുടങ്ങുന്ന ഇലിസിറ്റും ഇത് ഇല്ലീഗൽ എന്നുള്ളതും സെയിം മീനിങ് ആണ് എന്ത് വരുന്നത്? സ്പ്യൂരിയസ് എന്ന് വരുന്നതും. അത് ശ്രദ്ധിക്കുക. ഓക്കെ, സ്പേഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. സോ സ്പേഷ്യസ് റൂം നമുക്ക് പറയാം. ട്രെൻഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ട്രെൻഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫാഷനബിൾ ആണ്, പോപ്പുലർ ആണ്, ട്രെൻഡി. നമുക്ക് അടുത്ത സിനോണിം നോക്കിയാലോ. എന്താണ് അടുത്ത സിനോണിം പറയുന്നത്? ഇൻട്രീഗിങ്. ഇൻട്രീഗിൻ്റെ സ്പെല്ലിംഗ് നോക്കുക, INTRIGUING. ഓക്കെ, വാട്ട് ഈസ് ഇൻട്രീഗിങ്? ഇൻട്രീഗിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്ഷൻസ് നോക്കിയാലോ. ഗ്ലോറിഫൈങ്, റാവിഷിങ്, സ്റ്റണ്ണിങ്, ഇൻട്രസ്റ്റിംഗ്. അപ്പം ഇതിലേതാണ് ഉത്തരം വരുന്നത്? ഇൻട്രീഗിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സംതിങ് ഇസ് ഇൻട്രീഗിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? ക്യൂരിയോസിറ്റിയാണ്, ഒരു ആകാംക്ഷയാണ്, എന്താ സംഭവിക്കുക, സംതിങ് വെരി ഇൻട്രസ്റ്റിംഗ്, ദാറ്റ് ഈസ് ഇൻട്രീഗിങ് എന്ന് പറയുന്നത്. സോ ഇൻട്രീഗിങ് പേഴ്സണാലിറ്റി ആകാം, അല്ലെങ്കിൽ ഇൻട്രീഗിങ് മൂവി ആവാം, ഇൻട്രീഗിങ് സ്റ്റോറി ആകാം. ചില സ്റ്റോറി വായിക്കുമ്പോൾ നമുക്ക് ഒരു ആകാംക്ഷ, ഇനി എന്താ സംഭവിക്കുന്നത് എന്നുള്ളത്. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് നോൺ ആസ് ഇൻട്രീഗിങ്. എന്താണ് ഈ റാവിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താണ്? വെരി അട്രാക്റ്റീവ്, സ്റ്റണ്ണിങ് അല്ലേ? ഒരു സെയിം മീനിങ് ആണ് റാവിഷിങ് ആൻഡ് സ്റ്റണ്ണിങ് എന്ന് പറയുന്നത്. ഗ്ലോറിഫൈ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വാഴ്ത്തുക, അതാണ് ഗ്ലോറിഫൈ ചെയ്യുക. ഇപ്പം നമ്മൾ മെമ്മോറിയലൊക്കെ സ്ഥാപിക്കാറുണ്ട്, ടു ഓണർ കൺട്രീസിനോ നാഷണൽ ഹീറോസ്. സോ അതാണ് ടു പ്രൈസ് ചെയ്യുക, ഓണർ ചെയ്യുക എന്നുള്ള വേർഡ്, എന്നുള്ള മീനിങ് ആണ് ഗ്ലോറിഫൈ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടു പ്രൈസ് ഓർ ടു ഓണർ. ഓക്കെ, സോ ദാറ്റ് ഈസ് ഗ്ലോറിഫൈ ചെയ്യുക. ഓക്കെ, ഇൻട്രീഗിങ് ശ്രദ്ധിക്കുക. Intriguing is interesting, arousing one's curiosity
ഉണർത്തിയെടുക്കുന്ന എന്ത് കാര്യമായാലും അതെന്താണ് നമ്മൾ പറയുന്നത്, അത് ഇൻട്രീഗിങ് എന്നാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കിയാലോ, റെസ്പെക്റ്റ്ഫുൾ. സോ ഓപ്ഷൻസ് ഒന്ന് നമുക്ക് നോക്കാം. അഡ്മയറിങ്, ഡെറഗേറ്ററി, ഡ്യൂട്ടിഫുൾ, ഇൻസലൻറ്റ്. ഇതിലേത് ഉപയോഗിക്കും? അപ്പോൾ ഇവിടെ ചിലപ്പോൾ ഒരു പക്ഷേ കൺഫ്യൂഷൻ നമുക്ക് വരാൻ സാധ്യതയുള്ളത് അഡ്മയറിങ്ങും ഡ്യൂട്ടിഫുള്ളും തമ്മിലുള്ളതാണ്. അത് നമുക്കൊരു കൺഫ്യൂഷനാണ്. അപ്പോൾ അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരുവാണെങ്കിൽ നമുക്ക് ഈ സെൻറ്റൻസ് ഒന്ന് വായിച്ച് നോക്കണം. സോ ഐ ഓൾവേസ് എൻജോയ് ദ കമ്പനി ഓഫ് റെസ്പെക്ട്ഫുൾ ടീച്ചേഴ്സ്. വെരി സിമ്പിൾ സെൻറ്റൻസ്. സോ റെസ്പെക്ട്ഫുൾ എന്ന് പറയുമ്പോൾ അഡ്മയറിങ് ടീച്ചേഴ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതിന് പകരം നമുക്ക് അഡ്മയറിങ് ഉപയോഗിക്കാൻ പറ്റും. അത് അവിടെ മാച്ച് ആകുന്നില്ല. അഡ്മയർ ചെയ്യുമ്പോഴും നമുക്ക് അതിൽ റെസ്പെക്റ്റ് ഉണ്ട്, പക്ഷേ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ എന്ന് തോന്നുന്നത് ഏതാണ്? ഡ്യൂട്ടിഫുൾ ആണ്. സോ ഡ്യൂട്ടിഫുൾ മീൻസ് വെരി റെസ്പോൺസിബിൾ, റെസ്പെക്റ്റ്ഫുൾ എന്നുള്ളതെല്ലാം വരുന്നതാണ്. റെസ്പോൺസിബിലിറ്റി എടുക്കുന്ന ഒരാളാണ്. സോ നമുക്ക് ആ ഒരു വേർഡാണ് ഇവിടെ നമുക്ക് പറ്റുന്നത്. ഓക്കെ, സോ ഇങ്ങനെ കൺഫ്യൂഷൻ വരുവാണെങ്കിൽ നമുക്ക് ആ സെൻറ്റൻസ് ഒന്ന് വായിച്ച് നോക്കണം. അല്ല, കൺഫ്യൂഷൻ ഒന്നും തോന്നുന്നില്ല എങ്കിൽ then you can go for just a word and അതിൻ്റെ മീനിങ്. what do you mean by derogatory? ഡെറഗേറ്ററി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെറഗേറ്ററി എന്ന് പറഞ്ഞാൽ ഒട്ടും റെസ്പെക്റ്റ്ഫുൾ അല്ല എന്നുള്ളതാണ് ഡെറഗേറ്ററി ഉദ്ദേശിക്കുന്നത്. വെരി ക്രിട്ടിക്കൽ ഇല്ലേ, അതിനെ ഒട്ടും ബഹുമാനിക്കുന്നില്ല എന്നുള്ളതാണ് ഡെറഗേറ്ററി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡെറഗേറ്ററി റിമാർക്സ്, ഒരാളെ വില കുറച്ച് കാണുക, അതാണ് ഡെറഗേറ്ററി. ഡിസ്പറാജിങ് എന്നൊക്കെ നമുക്ക് പറയാം. ഡിസ്പറാജിങ്, ഒരാളെ ചെറുതാക്കി കാണുക, അതൊക്കെയാണ് ഡെറഗേറ്ററി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് വാട്ട് യു മീൻ ബൈ ഇൻസലൻറ്റ്? ഇൻസലൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂഡാണ്, ഇംപൊളൈറ്റ് ആണ് ഇൻസലൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആൻഡ് ഇതേപോലെ തന്നെ ഇരിക്കുന്ന മറ്റൊരു വേർഡ് ഉണ്ട്, ഇൻഡോളൻറ്റ്, INDOLENT. ഇൻഡോളൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലേസി. ഇൻഡോളൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേസി, ഇൻസലൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂഡ്. രണ്ടും ഇപ്പം തന്നെ പഠിച്ചു വെക്കുക കേട്ടോ. ഇൻസലൻറ്റ് എസ് വന്നു കഴിഞ്ഞാൽ എസ് ഇസ് വെരി റൂഡ്, ഡി ആണെങ്കിൽ വെരി ലേസി. ഇനി അടുത്ത വേർഡ് നമുക്ക് നോക്കാം. എന്താണ് അടുത്ത വേർഡ്? വെർബോസ്. വെർബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓപ്ഷൻസ് നോക്കിയാൽ അഗ്രസീവ്, ഡിസൈസീവ്, എക്സോസ്റ്റീവ് ആൻഡ് ടോക്കറ്റീവ്. എന്താണ് വെർബോസ്? ഇത് സെൻറ്റൻസ് വായിച്ചാലും നമുക്ക് കിട്ടും. ബിക്കേം വെർബോസ് ആഫ്റ്റർ എ ഫ്യൂ ഡ്രിങ്ക്സ്. ദാറ്റ് മീൻസ് യു വെരി ടോക്കറ്റീവ്. ഇല്ല, ഡിസൈസീവ് ആവോ? ഡ്രിങ്ക്സ് കഴിഞ്ഞാൽ ഒരിക്കലും ഡിസിഷൻ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എക്സോസ്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എവറിത്തിങ് ഇൻക്ലൂഡഡ് എന്നാണ് എക്സോസ്റ്റീവ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ. എല്ലാം അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, ഒന്നും വിട്ടുപോയിട്ടില്ല. ദാറ്റ് ഈസ് എക്സോസ്റ്റീവ്. അഗ്രസീവ്, നമുക്ക് സെൻറ്റൻസ് വായിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ അഗ്രസീവ് എന്ന് വിചാരിക്കും, പക്ഷേ അതല്ല. ഈ പറയുന്ന വെർബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോക്കറ്റീവാണ്. ഒരുപാട് സംസാരിക്കുക, ആവശ്യത്തിലധികം വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കുന്നതിനെയാണ് വെർബോസ് എന്ന് പറയുന്നത്. അത്രയും വേർഡ്സ് ഒന്നും ആവശ്യമില്ല കാര്യം പറയാനായിട്ട്, പക്ഷെ ഒരുപാട് വേർഡ്സ് ഉപയോഗിക്കുവാണെങ്കിൽ ദാറ്റ് പേഴ്സൺ ഇസ് എ വെർബോസ്. ഓക്കെ, സോ അതിൽ നമുക്ക് ഇതിനകത്ത് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഓപ്ഷനായിട്ട് എടുക്കാൻ പറ്റുന്നത് ടോക്കറ്റീവാണ്. അഗ്രസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സൈൻ ഓഫിനും എഗ്രഷനും ദേഷ്യവും ഒക്കെ കാണിക്കുന്നതാണ് എഗ്രസീവ് എന്ന് പറയുന്നത്. ഡിസൈസീവ് നമ്മൾ പറഞ്ഞു പെട്ടെന്ന് തീരുമാനം എടുക്കാൻ പറ്റുന്ന ക്വാളിറ്റിയാണ് നമ്മൾ ഡിസൈസീവ് എന്ന് പറയുന്നത്. എക്സോസ്റ്റീവ് വെർ എവറിത്തിങ് ഈസ് ഇൻക്ലൂഡഡ്. ഓക്കെ, ഇനി നമുക്ക് 18ാമത്തെ ചോദ്യം നോക്കിയാലോ. എന്താണ് യൂട്ടിലിറ്റേറിയൻ? യൂട്ടിലൈസ് എന്ന് പറഞ്ഞ വേർഡിൻ്റെ മീനിങ് തന്നെ എന്താണ്? ഉപയോഗിക്കുക. സോ സംതിങ് ഇസ് യൂട്ടിലിറ്റേറിയൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഉദ്ദേശം വരുന്നത്? ഓപ്ഷൻസ് നോക്കിയാലോ. ത്രസ്റ്റ്, ഫാൻസിഫുൾ, ഡിസ്റ്റേസ്റ്റ്ഫുൾ, യൂസ്ഫുൾ. ഏതായിരിക്കും വരുന്നത്? യൂസ്ഫുൾ ആണ് യൂട്ടിലിറ്റേറിയൻ്റെ മീനിങ്. നമ്മൾ യൂട്ടിലിറ്റേറിയൻ പ്രിൻസിപ്പിൾസ് എന്നൊക്കെ പറയാറുണ്ട്, ഉപയോഗിക്കാൻ പറ്റുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് യൂസ്ഫുൾ. ത്രസ്റ്റ്, ഫാൻസിഫുൾ, ഡിസ്റ്റേസ്റ്റ്ഫുൾ. സോ ത്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വാട്ട് യു മീൻ ബൈ ത്രസ്റ്റ്? ത്രസ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടാകും, സയൻസിലൊക്കെ പഠിക്കുന്നത്. ത്രസ്റ്റ് എന്ന് പറയുന്നത് പുഷാണ്. ആ ഒരു പുഷിൻ്റെ ഒരു ആവശ്യമുള്ളൂ, പിന്നെ ബാക്കി അതങ്ങനെ മോഷനിലങ്ങ് പോയിക്കോളും. സോ ത്രസ്റ്റ് എന്ന് പറയുന്നത് ആ ഒരു പുഷിനെയാണ് നമ്മൾ ത്രസ്റ്റ് എന്ന് പറയുന്നത്. ഫാൻസിഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റിയലിസ്റ്റിക്കേ അല്ലാത്ത ഒരു സിറ്റുവേഷനാണ് ഫാൻസിഫുൾ എന്ന് പറയുന്നത്. അത് നടപ്പിലാക്കാൻ പറ്റൂല, ഇറ്റ്സ് നോട്ട് റിയലിസ്റ്റിക് അറ്റ് ഓൾ. ദാറ്റ് ഈസ് ഫാൻസിഫുൾ. ഡിസ്റ്റേസ്റ്റ്ഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡിസ്റ്റേസ്റ്റ്ഫുൾ എന്ന് പറയുമ്പം അൺപ്ലസൻ്റ് ആണ്, അൺഅക്സെപ്റ്റബിൾ ആണ് ഡിസ്റ്റേസ്റ്റ്ഫുൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അൺപ്ലസൻറ്റ്. നമ്മൾ ചില സമയത്ത് അങ്ങനെ ഡിസ്റ്റേസ്റ്റ്ഫുൾ ആയിട്ടുള്ള ജോക്സ് ഒക്കെ പറയാറുണ്ട്, അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. അത് ഡിസ്റ്റേസ്റ്റ്ഫുൾ ആണ്, ഇറ്റ്സ് വെരി അൺപ്ലസൻറ്റ്, നോട്ട് ഗുഡ് അറ്റ് ഓൾ. സോ ദാറ്റ് ഈസ് ഡിസ്റ്റേസ്റ്റ്ഫുൾ. സോ അക്കൂട്ടത്തിൽ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ കൂടി ഒന്ന് വായിച്ചു പോകാം. എന്താ പറയുന്നത്? ഗവൺമെൻറ്റ്സ് യൂട്ടിലിറ്റേറിയൻ സ്റ്റാൻസ് വാസ് അപ്രീഷിയേറ്റഡ് ബൈ ഓൾ. വാട്ട് യു മീൻ ബൈ സ്റ്റാൻസ്? സ്റ്റാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മളെ അഭിപ്രായമാണ്, ഒപ്പീനിയനാണ്, പക്ഷെ നമ്മൾ പബ്ലിക്കലി എക്സ്പ്രസ് ചെയ്യുമ്പോഴാണ് നമ്മളതിന് സ്റ്റാൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ സ്റ്റാൻസ്, ആ മന്ത്രിയുടെ മിനിസ്റ്ററിൻ്റെ സ്റ്റാൻസ്, അല്ലെങ്കിൽ ആ സ്റ്റേറ്റിൻ്റെ സ്റ്റാൻസ് എന്ന് പറഞ്ഞാൽ അവർ എന്തിനാണോ നിലകൊള്ളുന്നത് അതിൻ്റെ ആ ഒരു പബ്ലിക്കായിട്ടുള്ള അഭിപ്രായത്തെയാണ് നമ്മൾ സ്റ്റാൻസ് എന്ന് പറയുന്നത്. ഒപ്പീനിയൻ ബട്ട് വിച്ച് ഇസ് പബ്ലിക്കലി എക്സ്പ്രസ്ഡ്.
പബ്ലിക്കലി എക്സ്പ്രസ് ചെയ്യുന്ന അഭിപ്രായത്തെയാണ് നമ്മൾ സ്റ്റാൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത സെൻറ്റൻസ് നോക്കാം. സിനണിമാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് മുഴുവൻ നമ്മൾ വായിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, ഒരാവശ്യമില്ല ഇല്ലേ. വേർഡ് പറഞ്ഞിട്ടുണ്ട്. ഏതാണ് വേർഡ്? ഇൻഎവിറ്റബിൾ. ആൻഡ് ദിസ് ഇസ് എ വെരി കോമൺ വേർഡ് ഓൾസോ. ഇൻഎവിറ്റബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോ എന്താണ് ഇൻഎവിറ്റബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ദാറ്റ് ഈസ് അൺഅവോയ്ഡബിൾ. നടന്നേ പറ്റൂ. ഇറ്റ് ഇസ് സർട്ടൻ ടു ഹാപ്പൻ. എന്തായാലും നടക്കും എന്നുള്ളതാണ് ഇൻഎവിറ്റബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓപ്ഷൻസ് നമുക്ക് നോക്കിയാൽ ഇമ്മെമ്മറബിൾ. സോ ഇമ്മെമ്മറബിൾ ഈസ് റിലേറ്റഡ് സംതിങ് റിലേറ്റഡ് ടു മെമ്മറി, അറ്റ്ലീസ്റ്റ് മെമ്മറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതല്ല. അൺഡിനയബിൾ, അഡ്വഞ്ചറസ്, എസ്കേപ്പബിൾ. എസ്കേപ്പബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ. ഇവിടെ എന്താ പറയുന്നത്? എസ്കേപ്പ് ചെയ്യാൻ പറ്റൂല, നടന്നേ പറ്റൂ. അത് ആ സിറ്റുവേഷൻ നടക്കും. ഇറ്റ്സ് ഗോയിങ് ടു ഹാപ്പൻ. സോ എസ്കേപ്പബിൾ വരില്ല. അഡ്വഞ്ചറസ് ഇതുമായിട്ട് യാതൊരു ബന്ധവും വരുന്നില്ല. ഇമ്മെമ്മറബിൾ എന്ന് പറഞ്ഞാൽ മെമ്മറിയുമായിട്ട് ബന്ധം വരുന്നതാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഓപ്ഷൻ ഏതാ വരുന്നത്? അൺഡിനയബിൾ. മീൻസ് എക്സാക്റ്റ് മീനിങ് ഒന്നും വരുന്നില്ല, പക്ഷെ തമ്മിൽ ഭേദം എന്നുള്ളൊരു ഓപ്ഷനാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അപ്പം ഇത് കുറച്ച് ട്രിക്കി ക്വസ്റ്റ്യൻ. ദോ ദ വേർഡ് ഈസ് വെരി സിമ്പിൾ. ആൻസർ കണ്ടുപിടിക്കണം കുറച്ച് നേരം ഒന്ന് ആലോചിക്കണം. ഓക്കെ, സോ അൺഡിനയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡിനൈ ചെയ്യാൻ പറ്റില്ല, എന്തായാലും അത് നടക്കും, അത് പോസിബിൾ ആണ് എന്നുള്ള അർത്ഥത്തിലാണ് അൺഡിനയബിൾ വരുന്നത്. ഓക്കെ, ഇമ്മെമ്മോറബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എളുപ്പം മറന്നു പോകുന്നതാണ്, നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല, മറന്നു പോകുന്നതാണ് ഇമ്മെമ്മോറബിൾ എന്ന് പറയുന്നത്. ഈ ഇമ്മെമ്മോറിയൽ വേറെയാണ് കേട്ടോ. ഇമ്മെമ്മോറിയൽ ഇമ്മെമ്മോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പണ്ട് മുതലേ എക്സിസ്റ്റ് ചെയ്യുന്നതാണ് ഇമ്മെമ്മോറിയൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പണ്ട് ട്രഡീഷണലി എക്സിസ്റ്റ് ചെയ്യുന്നതാണ് ഇമ്മെമ്മോറിയൽ. ഇമ്മെമ്മറബിൾ എന്ന് പറഞ്ഞാൽ എളുപ്പം മറന്നു പോകുന്നത്. ആൻഡ് എസ്കേപ്പബിൾ നമ്മൾ പറഞ്ഞു, എസ്കേപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനാണ് എസ്കേപ്പബിൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു പാരഗ്രാഫ് ഇനി വായിക്കാം. എക്സാമിൻ്റെ സമയത്ത് നമുക്കിത് വായിക്കാതെ ഉത്തരത്തിലെത്താം. ഓക്കെ, ബിക്കോസ് ഇൻഎവിറ്റബിൾ ഇസ് എ വെരി കോമൺ ടേം. അങ്ങനെ കോമൺ ആയിട്ടുള്ള വേർഡ് കാണുവാണെങ്കിൽ നമുക്ക് ആൻസർ കിട്ടുവാണെങ്കിൽ നിങ്ങളത് വായിക്കാൻ നിൽക്കരുത്. ഓക്കെ, സോ ലെറ്റ് us see the sentence. The outcome document of the Rio +20 conference. ഔട്ട്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫൈനൽ ഡോക്യുമെൻ്റ്, റിസൾട്ട് അല്ലേ, കോൺസിക്വൻസ്. ദി ഫ്യൂച്ചർ വി വോണ്ട് അണ്ടർസ്കോഴ്സ്. എന്താണ് അത് അണ്ടർലൈൻ ചെയ്യുന്നത്? ക്ലൈമറ്റ് ചേഞ്ചസ് ആസ് എൻ ഇൻഎവിറ്റബിൾ ആൻഡ് ഏർജൻറ്റ് ഗ്ലോബൽ ചാലഞ്ച് വിത്ത് ലോങ് ടേം ഇംപ്ലിക്കേഷൻസ്. ലോങ് ടേം റിസൾട്ട്സ്. ഇംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ റിസൾട്ട്സ്. സോ ഇൻഎവിറ്റബിൾ ആണ്, നമുക്ക് ക്ലൈമറ്റ് ചേഞ്ച് ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല, അത് നടക്കും. ആൻഡ് ഏർജൻറ്റ് ചാലഞ്ചും കൂടിയാണ്. ലോങ് ടേം ഇംപ്ലിക്കേഷൻസ് ഉണ്ട് ഫോർ ദി സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഓഫ് ഓൾ കൺട്രീസ് അല്ലേ. സുസ്ഥിരമായ ഒരു വികസനം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. Through the document, member states express their concern about the continuous rising of emissions of greenhouse gases and the vulnerability of all countries, particularly developing countries, to the adverse എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് ഇമ്പാക്ട്സ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച്. സോ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും ഗ്യാസിൻ്റെ എമിഷൻസ് കാരണം ഡെവലപ്പിംഗ് കൺട്രീസും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഈ സെൻറ്റൻസ് ഒന്ന് വായിച്ചു നോക്കണം. ഇത് നമുക്ക് ക്ലോസ് ടെസ്റ്റ്, അതായത് കോംപ്രിഹെൻഷൻ പാസേജ് ആയിട്ട് കിട്ടാവുന്നതാണ്. ഏതെങ്കിലുമൊക്കെ ഒരു വേർഡ് മിസ് ചെയ്തിട്ട് ബ്ലാങ്ക് ഇട്ടിട്ട് തരാവുന്നതാണ്. അപ്പോൾ ഈ സെൻറ്റൻസ് ഒന്ന് വായിച്ച് നോക്കണം. നമുക്ക് അപ്രോപ്രിയേറ്റ് സിനോണിം ഏത് വേർഡിൻ്റെയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? എക്സ്പ്ലെയിൻ. ദറ്റ്സ് എ വെരി കോമൺ ടേം അല്ലേ. എക്സ്പ്ലെയിൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എലോബറേറ്റ്, ട്രബിൾ, കലക്ട്, കീൻ. എന്താ വരുന്നത്? എക്സ്പ്ലെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ എലോബറേറ്റ് ചെയ്യുക അല്ലേ, അത് വിശദമായി പറയുക എന്നുള്ളതാണ്. കീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കീൻ എന്ന് പറയുന്നത് ഭയങ്കര എന്തൂസിയാസം കാണിക്കുക, അതാണ് കീൻ എന്ന് പറയുന്നത്. യു ഷോ ഗ്രേറ്റ് എന്തൂസിയാസം. കീൻ ഓർ ആ ഒരു ഈഗർനെസ് കാണിക്കുക, എന്തെങ്കിലും അറിയാനുള്ളൊരു താല്പര്യം കാണിക്കുക. ദാറ്റ് ഈസ് കീൻ, ഈഗർനെസ്. കീൻ അതാണ്. അടുത്ത വേർഡ് നോക്കാം, അൺബയാസ്ഡ്. ബയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്കൊരു പാർഷ്യാലിറ്റി ഉണ്ട്, ഒരു ബയാസ് ഉണ്ട്. അൺബയാസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒബ്ജക്റ്റീവായിട്ട് ചിന്തിക്കുക എന്നുള്ളതാണ് അൺബയാസ്ഡ്. അപ്പോൾ ഓപ്ഷൻസ് നോക്കിയാലോ, ഓർഗനൈസേഷണൽ, ഒബ്ജക്റ്റീവ്, ഡെഫിനിറ്റീവ്, സബ്ജക്റ്റീവ്. ഏതാ വരുന്നത്? അൺബയാസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്റ്റീവ് ഇല്ല. നമ്മുടെ MCQ എക്സാംസ് അതെന്താണ്? ഒബ്ജക്റ്റീവ് എക്സാമാണ്. 4 ഓപ്ഷൻ ഉണ്ട്, ഒരെണ്ണം മാത്രമായിരിക്കും ആൻസർ വരുന്നത്. ആ ഒരെണ്ണം നമ്മൾ എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മാർക്സ് കിട്ടും. സോ ദാറ്റ് ഈസ് ഒബ്ജക്റ്റീവ്. അതിൽ ഒരാളുടെ പേഴ്സണൽ ഫീലിങ്സ് ഒന്നും അതിനകത്ത് വരുന്നില്ല. സോ ദാറ്റ് ഈസ് വാട്ട് ഇസ് നോൺ ആസ് ഒബ്ജക്റ്റീവ്, ദാറ്റ് ഈസ് അൺബയാസ്ഡ്. അതേസമയം അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് സബ്ജക്റ്റീവ്. സബ്ജക്റ്റീവിൽ എന്താ പ്രശ്നം? അവിടെ നമ്മുടെ പേഴ്സണൽ ഫീലിങ്സ് അതിനകത്ത് വരും. ഇപ്പം നമ്മളൊരു എസ്സേ കറക്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ കറക്റ്റ് ചെയ്യുമ്പോഴൊക്കെ അവിടെ നമ്മുടെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പുറത്തോട്ട് വരും, പേഴ്സണൽ ഫീലിങ്സ് വരും. ആൻഡ് ദാറ്റ് ഈസ് വാട്ട് ഇസ് നോൺ ആസ് സബ്ജക്റ്റീവ്. അവിടെ ചെറിയ രീതിയിലൊരു ബയാസ് നമുക്ക് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, വാട്ട് ഈസ് ഡെഫിനിറ്റീവ്? ഡെഫിനിറ്റീവ് എന്ന് പറഞ്ഞാൽ ഫൈനലി, കൺക്ലൂസീവ് എന്നുള്ളതാണ് ഡെഫിനിറ്റീവ്. അത് ഡെഫിനിറ്റ് ആണ്, കൺക്ലൂസീവ് ആണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ മീനിങ് ഓഫ് അൺബയാസ്ഡ്.
നെക്സ്റ്റ് വേർഡ് ഇസ് കോൺസിക്വൻസ്. എന്താണ് കോൺസിക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കോൺസിക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഔട്ട്കം ഇല്ലേ? വാട്ട് ഈസ് ദ കോൺസിക്വൻസ് ഓഫ് സംതിങ്? സോ ദാറ്റ് ഇസ് ദി ഔട്ട്കം. ഔട്ട്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസൾട്ട് ഇല്ലേ? ഫൈനൽ റിസൾട്ട് എന്താണ്? സോ ദാറ്റ് ഇസ് ദി ഔട്ട്കം. നമ്മൾ നേരത്തെ കണ്ടു ഔട്ട്കം ഓഫ് that particular meeting. So outcome എന്ന് പറയാം, റിസൾട്ട്, കോൺസിക്വൻസ്. ഓക്കെ, ഒറിജിൻ, സ്റ്റാർട്ട്, ബിഗിൻ, ഇത് മൂന്നും ഒരേപോലെ ഇരിക്കുന്നത് ഇല്ലേ? ഒറിജിൻ ആയാലും സ്റ്റാർട്ട് ആയാലും ബിഗിൻ ആയാലും എന്താണ്? ഒരുപോലെയാണ്. അതിൽ ഔട്ട്കം മാത്രമാണ് അതിനകത്ത് ഒരു ഓഡ് വൺ ഔട്ട് വരുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ആൻസർ വരുന്നത്. നെക്സ്റ്റ് വൺ ഈസ് സിനോണിം ഏതാ പറഞ്ഞിരിക്കുന്നത്? ഡീഗ്രഡേഷൻ. ഡീഗ്രഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഡീഗ്രേഡ് ചെയ്യുക അല്ലേ? അത് എന്തോ മോശമായിട്ട് വരിക. അപ്പോൾ ഓപ്ഷൻസ് നോക്കിയാൽ പൊല്യൂഷൻ, ഹസാർഡ്. ഹസാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡേഞ്ചർ അല്ലേ? ഹസാർഡസ് ആക്ടിവിറ്റീസ് എന്ന് നമ്മൾ പറയാറുണ്ട്. സോ ദാറ്റ് ഈസ് ദ ഡേഞ്ചറസ് ആക്ടിവിറ്റീസ്. ആൻഡ് ദെൻ ഡീജനറേഷൻ, അപ്രൂവൽ. ഇപ്പോൾ ഏതാ വരുന്നത്? ഡീഗ്രഡേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഡീജനറേഷൻ ആണ്. അപ്പം ഈ വേർഡിൻ്റെ മീനിങ് നമുക്ക് എളുപ്പം ഇതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. മോശമായിട്ട് വരുന്ന ഒരവസ്ഥ, ഡീഗ്രേഡ് ചെയ്യുക, മോശമായിട്ട് വരിക, പതുക്കെ മോശമായിട്ട് വരിക. ഇനി നമുക്ക് ഈ സെൻറ്റൻസ് ഒന്ന് വായിച്ച് നോക്കാം. ഇപ്പോൾ കണ്ടോ, ഈ സെൻറ്റൻസ് വായിക്കാതെ തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. സെൻറ്റൻസ് ഒന്ന് വായിച്ച് നോക്കിയാലോ. ഇൻ ദ 2030 Agenda for Sustainable Development, member states express their commitment to protect the planet from degradation and take urgent action on climate change. Right. സോ ഇത് വായിക്കാതെ നമുക്ക് ഈ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ലാസ്റ്റ് ഈ ഒരു സെഷനിലെ ലാസ്റ്റ് 2 സിനോണിംസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഏതാണ് വേർഡ്? സർട്ടൻ. സർട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടുള്ളതാണ് സർട്ടൻ എന്ന് പറയുന്നത്. സോ ഓപ്ഷൻസ് നോക്കിയാൽ അപ്രൂവൽ, ഡെഫിനിറ്റ്, ഡൗട്ട്ഫുൾ, കോഷൻ. ഏതാ വരുന്നത്? ഡെഫിനിറ്റ് ആണല്ലോ വരുന്നത് അല്ലേ? സർട്ടൻ എന്ന് പറയുമ്പോൾ ഡെഫിനിറ്റ് ആണ്. അപ്രൂവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മളത് അംഗീകരിക്കുകയാണ്, നല്ലതെന്ന് പറയുകയാണ്. ദാറ്റ് ഈസ് അപ്രൂവൽ. ആൻഡ് ഡൗട്ട്ഫുൾ അറിയാമല്ലോ അല്ലേ? സംതിങ് ഈസ് ഡൗട്ട്ഫുൾ എപ്പോഴും ചോദിക്കുന്നൊരു വേർഡാണ് ഡൂബിയസ്. സോ ഡൂബിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൗട്ട്ഫുൾ ആണ്. ഓക്കെ, നൗ നെക്സ്റ്റ് ഇസ് കോഷൻ. കോഷൻ നമ്മൾ ഓൾറെഡി കണ്ടു, കെയർഫുൾ ആവുക എന്നുള്ളതാണ്. Now, what is the next word? Tedious. What is tedious? Very dull, very long, very monotonous. അതാണ് tedious ടാസ്ക് അല്ലെ? ചില ടാസ്ക് റെപ്പിറ്റേറ്റീവ് ആണ്, സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കും. ആ ടാസ്കിനെ നമ്മൾ പറയുന്നത് tedious എന്നാണ്. സോ tedious എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോണോട്ടണസ് അല്ലെങ്കിൽ ഡൾ, അതൊക്കെയാണ് tedious. tedious ആവാനുള്ള ഒരു റീസൺ റെപ്പിറ്റേറ്റീവ് ആവുന്നത് കൊണ്ടാണ് tedious ആവുന്നത്. എന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ് റെപ്പിറ്റേറ്റീവ് അല്ല. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഇപ്പോൾ ഒരു വേർഡ് പഠിക്കുമ്പോൾ ആ വേർഡിൻ്റെ അറ്റവും മൂല്യം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻ കൃത്യമായിട്ട് എഴുതാൻ പറ്റില്ല. എന്താണ് ആ വേർഡ്, അതെങ്ങനെ ഉപയോഗിച്ചു എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ tedious എന്ന് പറയുന്നത് എന്താണ്? ടയർസം ആണ്. ടയർസം മീൻസ് വാട്ട്? മോണോട്ടണസ് ആൻഡ് വെരി ഡൾ. നമുക്ക് പെട്ടെന്ന് എന്താണ്, നമുക്കൊരു മനസ്സതിനകത്ത് വരില്ല. നമുക്ക് പെട്ടെന്ന് എന്താണ് ഒരു മോണോട്ടണസ്, ഒരു ബോറിംഗ് ഫീലിംഗ് വരുന്നതാണ് tedious എന്ന് പറയുന്നത്. ഹോൾസം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ചില ഫുഡിനെ പറയാറുണ്ട് ഹോൾസം ഫുഡ്. ഹോൾസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഹെൽത്തി അല്ലേ? ഹോൾസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്തി. ഓക്കെ, ആൻഡ് റെപ്പറ്റേറ്റീവ് എന്ന് പറയുന്ന വേർഡ് അറിയാമല്ലോ. റെപ്പറ്റേറ്റീവിൻ്റെ സ്പെല്ലിംഗ് നോക്കുക കേട്ടോ. REPETIVE. എന്നാൽ റിപ്പീറ്റിൻ്റെ സ്പെല്ലിംഗ് എന്താണ്? REPEAT ആണ് റിപ്പീറ്റ് വരുന്നത്. എന്നാൽ റെപ്പറ്റേറ്റീവിൽ ആ എ എവിടെയോ പോയി. ഓക്കെ, സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് 3 score. 3 score എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്കോർ എന്ന് പറഞ്ഞാൽ 20 എന്നാണ് അർത്ഥം. സോ 3 score എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 ആണ്. സോ വെൻ സംബഡി സേസ് 3 score ആൻഡ് 3 score എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എനിക്ക് 60 വയസ്സായി എന്നുള്ളതാണ്. സോ ദാറ്റ് ഇസ് 3 score 60. ഓക്കെ, സോ tedious ഓർക്കുക. സോ ഇതാണ് നമ്മുടെ ഈ ഒരു സെഷനിലെ 25 സിനോണിംസ്. ശ്രദ്ധിക്കുക, സിനോണിംസ് എന്ന് പറയുന്നത് SSCയുടെ ഒരു ഇൻഎവിറ്റബിൾ പാർട്ടാണ്. നമുക്കത് അവോയ്ഡ് ചെയ്യാനേ പറ്റില്ല. സിനോണിംസ് ആയിക്കോട്ടെ, വൊക്കാബുലറിയിലുള്ള ഏതൊരു ക്വസ്റ്റ്യനും ഒരു ഇൻഎവിറ്റബിൾ പാർട്ടാണ്. നമുക്കത് എന്തായാലും ചോദിക്കും. അതുകൊണ്ട് തന്നെ സിനോണിംസ് പഠിക്കുമ്പം ശ്രദ്ധിക്കുക, സന്ദർഭം കൂടി നോക്കിയിട്ട് വേണം പഠിക്കാനായിട്ട്. ആ സിനോണിം, ആ വേർഡ് ഏത് സിറ്റുവേഷനിൽ, ഏത് സർക്കംസ്റ്റാൻസിലാണ് യൂസ് ചെയ്തത്, എങ്ങനെയാണ് യൂസ് ചെയ്തത് എന്നും കൂടി പഠിക്കുക. അത് വെറും ഒരു വേർഡും മറ്റൊരു വേർഡും ആയിട്ടല്ല പഠിക്കേണ്ടത്. ഒരു വേർഡ് അതിൻ്റെ മീനിങ്, മറ്റൊരു വേർഡ്, അങ്ങനെയല്ല. ആ വേർഡിന് കുറച്ചും കൂടി നീളത്തിലൊരു എക്സ്പ്ലനേഷൻ കാണും. ആ എക്സ്പ്ലനേഷനും കൂടി നമ്മൾ നോക്കേണ്ടതാണ്. അതെങ്ങനെ ഉപയോഗിച്ചു എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടതാണ്. പോരാതെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് റിവൈസ് ചെയ്യുക എന്നുള്ളതാണ്. വേർഡ്സാണ് നമുക്ക് മറന്നു പോകാം. നമ്മൾ എത്ര കോഡിട്ട് പഠിച്ചാലും നമ്മളത് മറന്നു പോകും റിവൈസ് ചെയ്തില്ലെങ്കിൽ. സോ വേർഡ്സ് എപ്പോഴും റിവൈസ് ചെയ്യുക. പിന്നെ ഡെയിലി നമുക്ക് ഉപയോഗിക്കാനുള്ള ചില സന്ദർഭങ്ങൾ കിട്ടും, ചില സിറ്റുവേഷൻസ് കിട്ടും. മലയാളത്തിൽ പറയുമ്പോൾ തന്നെ നമുക്ക് ചില കാര്യങ്ങൾ, നമുക്ക് ചില വേർഡ്സ് ചില സിറ്റുവേഷൻസിൽ ഉപയോഗിക്കാൻ പറ്റും. ആ സമയത്ത് അങ്ങനെയുള്ള വേർഡ്സ് നമ്മൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. നമ്മൾ ഒരിക്കലും മറക്കില്ല. അതാണ് ഒരു ബെസ്റ്റ് വേ ഓഫ് സ്റ്റഡിയിങ് എന്ന് പറയുന്നത്.
ഒരൊറ്റ പ്രിപ്പറേഷൻ കൊണ്ട് ഒന്നിലധികം എക്സാമുകൾക്ക് തയ്യാറെടുക്കണം. വരൂ, ഡോട്ട്സ് അക്കാഡമിയുടെ ഭാഗമാകും. SSC PSC കോംബോ, SSC ബാങ്ക് കോംബോ, എക്സ്ക്ലൂസീവ് SSC, എക്സ്ക്ലൂസീവ് ബാങ്ക് എന്നീ കോച്ചിങ്ങുകൾക്ക് തിരുവനന്തപുരത്തും കൊല്ലത്തും ബാച്ചുകൾ. നിങ്ങളുടെ വീടിന്റെയും ജോലി സ്ഥലത്തിന്റെയും സൗകര്യത്തിൽ നിന്ന് പഠിക്കാൻ ഓൺലൈൻ ബാച്ചുകൾ. അപ്പൊ ഇനി എന്തിനു കാത്തിരിക്കണം? വരൂ ഡോട്ട്സ് അക്കാഡമിയിലേക്ക്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്